നമുക്ക് ഒരു ഓണത്തിൻ്റെ വലിയ നാരങ്ങ ഉപ്പിലിടാം. നാരങ്ങക്കറി എങ്ങനെയാണെന്ന് ഞാൻ പറയാമേ. ഇത് നാരങ്ങ, ഈ 2 നാരങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ഈ 2 നാരങ്ങ ഞാൻ കുക്കറിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ കുറയാനും ഒക്കെ വേണ്ടിയാണ് നമ്മളിതൊന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് അരിഞ്ഞു കൊണ്ടുവരാമേ. നമുക്കിതുപോലെ വേണം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനുണ്ടോ. ഇതുപോലെ ആക്കിയെടുക്കണം. ഫുള്ളായിട്ട് തൊലി കളയണമെന്നില്ല, ഇതേപോലെ ഇരിക്കണം. ഇത് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കതിൻ്റെ ചേരുവകളും ഒക്കെ ഞാൻ പറയാമേ. നമുക്കിതുപോലെ അരിയണം. നമുക്ക് ഒരു ചട്ടി, പുതിയ ചട്ടിയാണ്, ഓണമല്ലേ, വെച്ചു. നമുക്കത് കത്തിക്കും. നമുക്കിതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതുണ്ട്: വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണം. ഉപ്പ് ഞാൻ കുറച്ച് ഇതിലിട്ടിട്ടുണ്ട്. നമ്മൾ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടേണ്ട പൊടികൾ ഞാൻ പറയാമേ. പൊടികൾ: മഞ്ഞൾപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, മുളക് പൊടി. ഇപ്പം ഞാൻ പൊടിച്ചതാണ് മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് അരപ്പായിട്ട് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറുക്കി വെക്കാം. നമുക്കിത് എണ്ണ ഒഴിച്ച് കടുക് വറക്കാം. നമ്മളിതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. കടുകും ഉലുവയും കൂടി ഇട്ട് ചൂടാകുമ്പോൾ നമ്മളിത് വെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ട് പൊടി. നമുക്കതിട്ട് കൊടുക്കാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് വെളുത്തുള്ളി എല്ലാം നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇടുന്നത് നമ്മൾ തീ നന്നായി കുറച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ. ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളി ആദ്യം നമ്മൾ കടുക് വറുത്തിട്ട് കടുകിട്ട് വറുത്തു. അതിനകത്തേക്ക് നമ്മൾ ഉലുവ ഇട്ടു. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത്രയാണ് കൊടുത്തു. നമ്മളൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ഞാൻ തീ അങ്ങ് അണച്ചിട്ടാണ് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മുടെ പൊടിയിട്ട് ആ പാത്രത്തിലോട്ട് നമ്മളിച്ചിരി തിളപ്പിച്ചാറ്റിയ വെള്ളം. നാരങ്ങ ഒരു ചാറ് വേണ്ടേ, ചെറിയ ചാറിന് വേണ്ടി തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇത് തീ കത്തിച്ചു കൊടുക്കാമേ. തീ കത്തിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ഈ നാരങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ അരപ്പിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളിത് ഇളക്കിയൊക്കെ ഒന്ന് വെക്കാം. കുറച്ചുകൂടി ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. ഈ നാരങ്ങയ്ക്ക് നമ്മൾ വഴുക്കപ്പുളിച്ചി നാരങ്ങ, പിന്നെ വലിയ നാരങ്ങ, അങ്ങനെയൊക്കെ പല രീതിയിൽ പറയാം. ഓണത്തിന് നമ്മൾ വെക്കുന്ന ഒരു കറിയാണ്, ഒരു പ്രധാനപ്പെട്ട കറിയാണിത്, ഓണത്തിൻ്റെ നാരങ്ങക്കറി. നമ്മൾ ചെറിയ നാരങ്ങയല്ല, ഇത് വലിയ നാരങ്ങ ഞാൻ കാണിച്ചല്ലോ. അത് ഇപ്പോൾ തന്നെ തിളക്കാറായിട്ടുണ്ട്. ഇതിൽ വെട്ടം കുറവാണ് കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കത് ഇതിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറിയുടെ, മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ നാരങ്ങ കറിയുടെ ഇതുവരെ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് തിളച്ചൊന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഇച്ചിരി ഇറങ്ങണേ. ഇതിനകത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ. കറിവേപ്പില, വെളുത്തുള്ളി നമുക്ക് നാരങ്ങയ്ക്കൊക്കെ വെളുത്തുള്ളി ഏറ്റവും നല്ലതാണ്. തിളച്ച് അപ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം.
ഇപ്പം പച്ചയ്ക്ക് എടുത്തപ്പോൾ കയ്പ്പൊന്നുമില്ല. ഇനി ഇത് വെന്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട് നമുക്കിതിന് വേവിക്കേണ്ട കാര്യമില്ല. ഇതിനകത്തേക്ക് ഇട്ട് ആ ജലാംശം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരുമ്പോൾ നമുക്കിത് വാങ്ങി ആറുമ്പോൾ നമുക്ക് കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. കുപ്പിയിലിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇന്നൊരു ദിവസം ഇത് പുറത്ത് തന്നെ വെക്കാം. പിന്നെ നമ്മൾ നാളെ എടുത്ത് അത് നമുക്ക് വേണമെങ്കിൽ കുപ്പിയിലിട്ട് വെക്കാം. നാളെ ആകുമ്പോൾ ഉത്രാടമല്ലേ ആവും. നമുക്ക് തിരുവോണത്തിന് എടുക്കാനാണെങ്കിൽ ഇന്നിട്ടിട്ട് നമുക്ക് നാളെ എടുത്ത് കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ടില്ല. ഒരു ആവശ്യത്തിനുള്ള മുളക് പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എൻ്റെ കഷ്ണം ഇച്ചിരി വലുതായിപ്പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയാവുന്നതാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് വാങ്ങാം. അതൊക്കെ അരി കിടപ്പുണ്ട്. അരിയൊക്കെ നമ്മളുണ്ട്. അരി കിടപ്പുണ്ട്. അരിയൊക്കെ അങ്ങ് മാറ്റിക്കളയണം. അരിക്ക് ചിലപ്പം കയ്പ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അരി നമുക്ക് വേണ്ട, അല്ലാതുള്ള അതിൻ്റെ മാംസം മാത്രം മതി നമുക്ക്. ഇനി ഒന്ന് തിളച്ച് ഇതുമായിട്ടൊന്ന് ചേർന്നാൽ മതി. നമുക്ക് ഓണത്തിന് തന്നെ വേണമെന്നില്ല, അല്ലാതെ ഉള്ളപ്പോഴും നമുക്ക് ഈ നാരങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ്. നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ ആയിട്ട്. പിന്നെ കയ്പ്പൊന്നുമില്ല. നല്ല പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. എല്ലാവരും വെളുത്തുള്ളി ചേർക്കുമോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഇത്രയും സാധനങ്ങളാണ് എല്ലാ വർഷവും ഞാനിങ്ങനെയാണ് എൻ്റെ നാരങ്ങാക്കറി ഇടുന്നത്. നിങ്ങൾ വെളുത്തുള്ളി എടുത്തില്ലെങ്കിൽ ഒരു മാറ്റം വരുത്തി വെളുത്തുള്ളി ഒന്ന് ഇട്ട് നോക്കൂ. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടി ഇതിലേക്ക് വരും. ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചത് കൊണ്ടാണ് അതിന് കയർപ്പുമില്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റുണ്ട്. ഇതുപോലെയാണ് നാരങ്ങാക്കറി. ഓണത്തിന് എല്ലാവരും ഇട്ട് നോക്കണേ. ഇത് അതീവ രുചികരമാണ്. നിങ്ങൾക്ക് പച്ചമുളക്, പിന്നെ കറി പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകുള്ളവർക്ക് കാന്താരി മുളകാണ് ഇത്തിരി ടേസ്റ്റ്. നാരങ്ങയ്ക്കും മാങ്ങയ്ക്കൊക്കെ നമുക്ക് കാന്താരി മുളകുള്ളവർക്ക് അതിടാം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഈ ഓണത്തിൻ്റെ ഒരു കറിയാണ് ഞാനിപ്പോൾ വെച്ചത്. താങ്ക് യു.